അപ്പോൾ നമുക്കിനി അടുത്തൊരു ചെറിയൊരു രഥത്തിൻ്റെ പണിയുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2x2 സ്ക്വയർ റാഡാണ്, പിന്നെ 1.5 കാല ആംഗിൾ, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം അടിച്ചു വിട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫ്രെയിമും താഴെയുള്ള ഫ്രെയിമും കൂടിയിട്ട് ജോയിൻ്റ് ആക്കാനാണ്. അതിനുള്ള ആംഗിൾ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഫ്രെയിമൊക്കെ സെറ്റാക്കി കോൺ ഷേപ്പിലാണ് കേട്ടോ സെറ്റാക്കുന്നത്. ഇത് നേരെ തലതിരിച്ചാൽ വരിക. ഈ ഒരു ബാറ് നമ്മുടെ സ്ക്വയർ റാഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വീൽ ഓടാനുള്ള ചക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അതേപോലെ ഈ പ്ലേറ്റ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ബാലൻസിന് വേണ്ടിയിട്ടാണ്. അത് ഫിക്സഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പാകത്തിനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നേരെ തലതിരിച്ചാണ് വരിക. നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പൊസിഷനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന പോലെയുണ്ട് ടയർ. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോപ്പർ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഇനി വെച്ച് സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ തുള പീസൊക്കെ നമ്മൾ സൈഡിൽ വെച്ച് അടിക്കാനുണ്ട്. നമുക്ക് പലകയൊക്കെ ബോൾട്ട് ചെയ്യുന്ന സ്ക്രൂ ചെയ്യുന്ന പോലെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചുറ്റിലും നമ്മൾ മൊത്തത്തിൽ അതൊക്കെ സെറ്റാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ വീലിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ലോക്കാക്കാൻ വേണ്ടിയിട്ടൊരു ചക്കാണി അതിലിടാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒക്കെ നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുൾ വെൽഡിങ്ങാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ നമ്മൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ്. പ്ലേറ്റ് കാര്യങ്ങൾ, പിന്നെ അതിലേക്കുള്ള സ്ക്വയർ റാഡ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ചക്രം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാം. ചക്രമൊക്കെ മരത്തിൻ്റെയാണ് കേട്ടോ. അതുപോലെ 4 ഇഞ്ച് പട്ട ഫുൾ റൗണ്ട് വെച്ച് അതിനെ ലോക്കാക്കി മരത്തിന് ഡാമേജ് വരാത്ത പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മരത്തിൻ്റെ ചക്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ 4x4 സ്ക്വയർ റാഡ് വെച്ചിട്ട് അത് നമ്മൾ ലെയ്ത്തിലിട്ട് 1.5 ഇഞ്ച് റൗണ്ട് ആക്കിയിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഈ ഒരു പൊസിഷനിലാണ് തേര് വരിക. ഇനിയിപ്പോൾ ഇതിൽ വീല് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മൾ കാണിക്കുക. അത് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ടിട്ടാണ് നമ്മൾ വീലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ തന്നെയാണ് ഇതിൻ്റെ ബാക്കി പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്. ഇതാണ് നമ്മൾ തേര് പണി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക.